Okay, good morning. Okay. എങ്ങനെയുണ്ട് മഴ? സൂപ്പറാണോ? സൂപ്പറാണല്ലേ? ഓക്കെ. നല്ല മഴയായിരിക്കും അല്ലെ? ഇവിടെയും നല്ല മഴയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓഡിറ്റ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഓഡിറ്റിന്റെ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജസ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പോർഷൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മള് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജസ് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ടൈപ്സ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. കൺകറന്റ് ഓഡിറ്റും അതുപോലെ തന്നെ റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിനോട് കൂടിയിട്ട് ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അത് 2 എണ്ണമാണ് കേട്ടോ. ഓക്കെ, ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഫസ്റ്റ് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്, എക്സ്റേ വ്യൂ, disease audit, obstetric cases, infection control, nursing audit, death audit. Okay, first one ആണ് statistical audit അല്ലേ? എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്? ഹോസ്പിറ്റലിന്റെ സ്ഥിതി വിവര കണക്കുകൾ അല്ലെ? സ്ഥിതി വിവര കണക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്റേ വ്യൂ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും? എക്സ്റേ വ്യൂ എന്തുമായിട്ടായിരിക്കാം റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അറിയാൻ പറ്റോ? ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ എക്സ്റേ അല്ലെ? എക്സ്റേ എടുക്കുന്ന, വെരി ഗുഡ്. എക്സ്റേ അല്ലെ? എക്സ്റേ എടുക്കുന്ന സ്ഥലത്തെ എല്ലാ പ്രവർത്തനങ്ങളും റിലേറ്റ് ചെയ്യപ്പെട്ടതാണ്. എല്ലാ പ്രവർത്തനങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ. ഓക്കെ, എക്സ്റേ എടുക്കുന്ന ആ സ്ഥലത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് എക്സ്റേ വ്യൂ എന്ന് പറയുന്നത്. അതുപോലെ ഡിസീസ് ഓഡിറ്റ് എന്തായിരിക്കാം? ഡിസീസ് ഓഡിറ്റ്, ഡിസീസ് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? രോഗവുമായിട്ട് ബന്ധപ്പെട്ടത്. എന്തൊക്കെ രോഗങ്ങളാണ് പേഷ്യൻസിന് വന്നിരിക്കുന്നത്, അതുപോലെ ഏതൊക്കെ ഡിസീസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതിനെ പറ്റിയുള്ള ഒരു ഇവാലുവേഷൻ, അതാണ് ഡിസീസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ഒബ്സ്റ്ററ്റിക് കേസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? എന്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കും? ഡെലിവറി. ഓക്കെ, പ്രസവാനന്തര അല്ലെ? പ്രസവാനന്തരപരമായ അല്ലെങ്കിൽ ഗൈനക്കോളജി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി ഇൻഫെക്ഷൻ അല്ലെ? ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ ചെയ്യുന്നത്, എന്തൊക്കെ നടപടികളാണ് അവർ സ്വീകരിക്കുന്നത്, ഇതിനെ പറ്റിയുള്ള ഒരു ഇവാലുവേഷൻ ആണ് ഇൻഫെക്ഷൻ കൺട്രോൾസിൽ വരുന്നത്. അതുപോലെ നഴ്സിംഗ് ഓഡിറ്റ്, നഴ്സിംഗ് കെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് നഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഡെത്ത് ഓഡിറ്റ്, ലാസ്റ്റ് വൺ ആണ് ഡെത്ത് ഓഡിറ്റ്. ഹോസ്പിറ്റലിൽ മരിച്ച രോഗികള്, അതുപോലെ എന്തൊക്കെ രോഗങ്ങൾ വന്നിട്ടാണ് അവര് മരിച്ചിരിക്കുന്നത്, പേഷ്യൻസ് മരിച്ചത്, അതിനെ പറ്റിയുള്ളൊരു ഇവാലുവേഷൻ ആണ് ഡെത്ത് ഓഡിറ്റ്. എത്ര രോഗികൾ മരിച്ചിട്ടുണ്ട്, എന്ത് രോഗം വന്നിട്ടാണ് അവർ മരിച്ചിരിക്കുന്നത്, അതിനെ പറ്റിയുള്ളൊരു ഇവാലുവേഷൻ ആണ് ഡെത്ത് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, നല്ലപോലെ പഠിക്കേണ്ടത് നമ്മൾ പറഞ്ഞില്ലേ 2 ടൈപ്സ്, കൺകറന്റ് ഓഡിറ്റും അതുപോലെ റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഓഡിറ്റില് ക്ലിനിക്കൽ ഓഡിറ്റിൽ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് ഉണ്ട്, എക്സ്റേ വ്യൂ,
disease audit, obstetric cases, infection control, nursing audit, death audit. ഇനി നെക്സ്റ്റ് ആണ് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴും ഉണ്ടാകും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി മെൻഷൻ അല്ലെങ്കിൽ മെഷർ അല്ലെങ്കിൽ എന്താണ് എൻഷർ അല്ലെങ്കിൽ എന്താണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഓഡിറ്റിലും എന്ത് പഠിക്കാനുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണ് എന്നുള്ളത് നോക്കാനുണ്ട്. ഫസ്റ്റ് വൺ ആണ് ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഇനി സെക്കൻഡ് എന്താണ്, ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ്, റിസോഴ്സസ് ആൻഡ് സ്മൂത്ത് സപ്ലൈ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും നമുക്കറിയാം ഹോസ്പിറ്റലുകൾക്ക് പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസുകള് അതുപോലെ മെറ്റീരിയൽസ് അങ്ങനെയുള്ള സപ്ലൈസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി എന്താണ്, ടു മോട്ടിവേറ്റ്, ടു enable the medical care providers to work enthusiastically. Enthusiastic എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്, enthusiasm എന്താണ് മീനിങ്, എന്താ അറിയില്ല, എന്താണ് എനർജറ്റിക് അല്ലെ, ഉത്സാഹത്തോടെ പ്രവർത്തിക്കുക അല്ലേ. ഓക്കെ, അപ്പോ ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിന് മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നല്ലൊരു മോട്ടിവേഷൻ കിട്ടുമ്പോൾ നമുക്ക് എന്താണ്, ഇപ്പൊ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നല്ലൊരു ഉത്സാഹം ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെയും മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിന് നല്ല രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വർക്ക്, അവർ ചെയ്യുന്ന വർക്ക് അവർക്ക് നല്ല രീതിയിൽ ഉത്സാഹത്തോടെ എനർജറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ആണ് ടു അറ്റൻഡ് പേഷ്യന്റ് കംപ്ലൈന്റ്സ് ഗ്രീവൻസസ് ബൈ ഗ്രീവൻസ് റിട്രസൽ കമ്മിറ്റി. ഇനി പരാതി അല്ലെ, പരാതികള് പേഷ്യൻസിന് എന്തെങ്കിലും പരാതികള് കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഗ്രീവൻസസ് റിട്രസൽ കമ്മിറ്റിയിൽ അത് പ്രസന്റ് ചെയ്യുകയും അത് ഒത്തുതീർപ്പാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. പേഷ്യൻസിന് പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ ഈ ഗ്രീവൻസസ് റിട്രസൽ കമ്മിറ്റിയിൽ പ്രസന്റ് ചെയ്യുകയും അത് ഒത്തുതീർപ്പാക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി നെക്സ്റ്റ് ആണ് ടു എഡിറ്റ് ആൻഡ് മോണിറ്റർ മീഡിയ കവറേജ് ഓർ പ്രസ് നോട്ട്സ്. നിങ്ങളിപ്പോ സിനിമയിലൊക്കെ കാണാറുണ്ടോ, അല്ലെങ്കിൽ നമുക്കറിയാം വാർത്തയിലൊക്കെ പ്രസ് മീറ്റ്സുകളൊക്കെ വെക്കുന്നത് അല്ലെ, കണ്ടിട്ടില്ലേ നിങ്ങള്? മന്ത്രിമാരുടെയൊക്കെ അല്ലെങ്കിൽ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രസ് മീറ്റ്സുകൾ വെക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? എന്തിനായിരിക്കാം അങ്ങനെ പ്രസ് മീറ്റ്സുകൾ വെക്കുന്നത്? എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? കുറച്ച് അറിയാൻ ഇപ്പൊ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള പ്രസ് മീറ്റ്സുകൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കും അല്ലെ, മീഡിയക്കാരും ചോദിക്കും. അതനുസരിച്ചിട്ട് പബ്ലിക്കിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് മീറ്റ്സുകൾ വെക്കുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വെക്കുന്നുണ്ട്, ഹോസ്പിറ്റലുകാരും വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യാജ വാർത്തകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വ്യാജ വാർത്ത വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പ്രസ് മീറ്റ്സ് വെച്ചിട്ട് അതില് അവരുടെ സത്യാവസ്ഥ ജനങ്ങളെ ബോധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? പ്രസ് മീറ്റ്സുകൾ എന്തിനാണ് ഹോസ്പിറ്റൽസ് വെക്കുന്നത്? അവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യാജ വാർത്ത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഈ പ്രസ് മീറ്റ്സ് കണ്ടക്ട് ചെയ്തുകൊണ്ട് അവരുടെ സത്യാവസ്ഥ അതിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. ഇനി നെക്സ്റ്റ് ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ
to reveal the gray areas. Gray areas എന്ന് പറഞ്ഞാല് എന്താണ്? ചാരനിറത്തിലുള്ള പ്രദേശങ്ങൾ എന്നാണ് മീനിങ് പറയുന്നത്. അപ്പോ ഇവിടെ patient satisfaction survey to reveal gray areas അല്ലെ. ഇനി പേഷ്യൻസിന് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരുമ്പോ അവരെ നല്ല രീതിയിൽ സംതൃപ്തരാക്കി വേണം വിടാൻ അല്ലെ നമ്മള്, ഇല്ലേ? സംതൃപ്തി, അവർക്ക് സംതൃപ്തി കിട്ടാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഹോസ്പിറ്റലിലെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അപ്പോ ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പേഷ്യന്റിന് ലഭിക്കാൻ വേണ്ടിയിട്ട്, സാറ്റിസ്ഫൈ ആകാൻ വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങള് കുറയ്ക്കുകയും, മനസ്സിലായോ? അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൊണ്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. മനസ്സിലായോ? അതൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അവർക്ക് സംതൃപ്തി ലഭിക്കാൻ വേണ്ടിയിട്ട് അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൊണ്ട് പേഷ്യൻസിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങള് എന്ത് ചെയ്യണം? കാര്യങ്ങള് അതിൽ ശ്രദ്ധ വരുത്തണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം ചെയ്തു കൊടുക്കാനായിട്ട്. അപ്പോഴാണ് പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ ഡെവലപ്പ് ആവുള്ളൂ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ടു കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് മേക്ക് ചേഞ്ചസ് ആസ് സജസ്റ്റഡ്. എന്താണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്? എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? Any ideas? No. Yes or no? ഇല്ല. ഓക്കെ, അപ്പോ എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിസൈൻ ചെയ്ത് പോകാൻ നിൽക്കുന്ന സ്റ്റാഫുകളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്, അതിനെയാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. റിസൈൻ ചെയ്ത് പോകാനായിട്ട് ചില സ്റ്റാഫുകൾ നിൽക്കില്ലേ, അങ്ങനെയുള്ളവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അതിനെയാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇനി എന്തിനായിരിക്കാം ഇങ്ങനെ റിസൈൻ ചെയ്ത് പോകാൻ നിൽക്കുന്നത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം സ്റ്റാഫുകൾ റിസൈൻ ചെയ്യുന്നത്? എന്തൊക്കെയാവാം റീസൺസ്? സാലറി അല്ലെ, സാലറി കുറവ്, ലോ സാലറി ആയതുകൊണ്ട്, അതുപോലെ ഡ്യൂട്ടി കൂടുതലായത് കൊണ്ട്, ഓക്കെ, അതിനനുസരിച്ചുള്ള സാലറി അവർക്ക് ലഭിക്കാത്തത് കൊണ്ട് അല്ലെ. വർക്ക് പ്രഷർ ഉണ്ടാവും, ഓക്കെ, പെരുമാറ്റം അല്ലെ, ബിഹേവിയർ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം എക്സിറ്റ് ആയി പോകുന്നത് അല്ലെ, റിസൈൻ ചെയ്ത് പോകുന്നത്. അവരുമായിട്ട് എന്ത് ചെയ്യും? ഈ അഡ്മിനിസ്ട്രേഷൻ ഏരിയ കൂടിക്കാഴ്ച നടത്തി അവർക്ക് ചിലപ്പോ സാലറി പ്രോബ്ലംസ് ആണെങ്കിൽ സാലറി കൂട്ടി കൊടുക്കാന്ന് പറയുന്നു. അതുപോലെ തന്നെ പ്രമോഷൻ തരാന്ന് ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് അവരോട് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ആ ഹോസ്പിറ്റലിൽ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുന്നു. മേക്ക് ചേഞ്ചസ് ആസ് സജസ്റ്റഡ്. ചേഞ്ചസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ ചേഞ്ചസ് ചെയ്തുകൊണ്ട് അവരെ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിൽ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുന്നു. അതാണ് ടു കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് മേക്ക് ചേഞ്ചസ് ആസ് സജസ്റ്റഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ടു ഫ്രെയിം ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്. ഇനി നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഗൈഡ് ലൈൻസ്, പ്രൊസീജിയേഴ്സ്, പോളിസീസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സും പോളിസീസും ആരാണ് ഫ്രെയിം ചെയ്യുന്നത്, രൂപപ്പെടുത്തുന്നത്? ആരായിരിക്കും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോ ആരായിരിക്കും? അഡ്മിനിസ്ട്രേഷൻ ഏരിയ അല്ലെ. അവരാണ് ഓരോ കാര്യങ്ങളും നിർമ്മിക്കുന്നത്, റിട്ടേൺ രീതിയിലൊക്കെ എഴുതുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് അല്ലെ. അതാണ് പറയുന്നത് ഒബ്ജക്റ്റീവ്സും പോളിസീസും ഫ്രെയിം ചെയ്യുന്നത്, രൂപപ്പെടുത്തുന്നതും അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. ഇത്തരം കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം സ്റ്റാഫിന്. അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ, ഫെസിലിറ്റീസ്, സപ്ലൈസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി മെഡിക്കൽ കെയർ വർക്കേഴ്സിന് നല്ലൊരു രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ നൽകുന്നതിലൂടെ അവരുടെ വർക്ക് ഉത്സാഹത്തോടെ ചെയ്യാനായിട്ട് സഹായിക്കുന്നു.
അതുപോലെ തന്നെ പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ പരാതികള് ഗ്രീവൻസസ് റിട്രസൽ കമ്മിറ്റിയിൽ കൊണ്ടുപോയിട്ട് പ്രസന്റ് ചെയ്യുകയും അത് ഒത്തുതീർപ്പാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യാജ വാർത്തകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസ് മീറ്റ്സുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് അവരുടെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ പേഷ്യൻസിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എന്താ പറഞ്ഞത്? എക്സിറ്റ് ഇന്റർവ്യൂ. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൈൻ ചെയ്യാനായിട്ട് നിൽക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി എന്ത് ചെയ്യുന്നുണ്ട്? ഈ സാലറി പ്രോബ്ലം ആണെങ്കിൽ സാലറി കൂട്ടിത്തരാന്ന് പറയുന്നു. അതുപോലെ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ എന്തെങ്കിലും പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പ്രമോഷൻ തരാന്ന് പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച നടത്തി അവരെ ആ ഹോസ്പിറ്റലിൽ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുന്നു. ഇനി എന്താണ്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഒബ്ജക്റ്റീവ്സും പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഫ്രെയിം ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇത്തരം കാര്യങ്ങളാണ് റോൾ ആയിട്ട് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റും അതുപോലെ തന്നെ റോളും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോളും ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്താണ് പ്രശ്നം? ബൻഷീറ എന്താണ്? നാലാമത്തെ പോയിന്റോ? നാലാമത്തെ പോയിന്റ് ആണ് എന്തെങ്കിലും പരാതികൾ പേഷ്യൻസിന് ഉണ്ടെങ്കിൽ ഗ്രീവൻസസ് റിട്രസൽ കമ്മിറ്റിയിൽ കൊണ്ടുപോയിട്ട് ആ പരാതി പ്രസന്റ് ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. മനസ്സിലായോ? എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയിൽ കൊണ്ടുപോയിട്ട് പ്രസന്റ് ചെയ്ത് അത് ഒത്തുതീർപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നു. ക്ലിയർ ആണോ? റോള് വരെയും ഓക്കെ. നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് കേട്ടോ. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആൻഡ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആണ് അല്ലെ. നമുക്കറിയാം ഓഡിറ്റ് നടത്തുമ്പോൾ നമുക്ക് പേഷ്യൻസിനെയും സ്റ്റാഫിനും ധാരാളം കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്ന് അറിയാനായിട്ട് അല്ലെ. പേഷ്യൻസിന് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ സ്റ്റാഫിന് കുറെ കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഓഡിറ്റ് നടക്കുന്നത് അല്ലെ. അവർക്ക് എന്താണ്? കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പഠിച്ചുകൊണ്ടാണ് ഈ ഓഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആണെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പ്രമോട്ട് അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് പ്രമോട്ട് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാല്? ഒരു ഫിനാൻഷ്യൽ ഫങ്ഷൻസ് അതുപോലെ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻസിനൊക്കെ അറിയാനായിട്ട് പറ്റുന്നുണ്ട് ഇതിലൂടെ. ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നതിലൂടെ എന്താണ് പ്രമോട്ട് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാല്? ഈ ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ളതും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫങ്ഷൻസ് അറിയാനായിട്ട് സഹായിക്കുന്നു. ഇനി നെക്സ്റ്റ് ആണ് റിസോഴ്സ് ഇഫക്റ്റീവ്. ഓക്കെ, ഓരോ വിഭവങ്ങൾ, റിസോഴ്സസ് എന്ന് പറഞ്ഞാല് വിഭവങ്ങളെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. റൈസ് സ്റ്റാൻഡേർഡ്സ്. നമുക്കറിയാം ഓഡിറ്റ് നടത്തുന്നതിലൂടെ ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ് നിലവാരം ഉയർത്താനായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് ഉയർന്നു നിൽക്കാനായിട്ട് സഹായിക്കുന്നു. നമുക്കറിയാം നിശ്ചിത സ്റ്റാൻഡേർഡ്സ് ഓരോ ഹോസ്പിറ്റലിനും വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിലോട്ട് ഇവർ എത്തുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റാൻഡേർഡ്സിലോട്ട് അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? നമുക്കറിയാം അല്ലെ,
സമൂഹത്തില് നല്ല നിലവാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് എല്ലാവരും അറിയും. സ്ഥലപ്പേര് ഇംപ്രൂവ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ പ്രമോട്ട് ചേഞ്ചസ്. ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് അതിന് ചേഞ്ചസ് വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ. ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ ആവശ്യമാണ് അല്ലെ. നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്താണ് പേഷ്യൻസ് രജിസ്റ്റർ, അങ്ങനെ എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഇൻഫർമേഷൻസ് ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. മെഡിക്കൽ ഓഡിറ്റ് അല്ലെ, മെഡിക്കൽ റെക്കോർഡ്സുകൾ പേഷ്യൻസിന്റെ, അതുപോലെ പേഷ്യൻസ് രജിസ്റ്ററിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറെ അധികം അനലൈസ് ചെയ്തുകൊണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടും കുറെ കാര്യങ്ങൾ നമുക്ക് എവിഡൻസ് ആയിട്ടും കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതാണ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പിയർ ലെഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് പിയർ ലെഡ് എന്ന് പറഞ്ഞാല്? ഒരുമിച്ച് പ്രവർത്തിക്കുക. പിയർ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാല് ഒരുമിച്ച് മനസ്സിലാക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് മനസ്സിലാക്കുക. ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു പരിശ്രമമാണെന്ന് പറയാൻ പറ്റും അല്ലെ. സ്റ്റാഫിന്റെ ആയാലും അതിൽ പേഷ്യൻസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, അതർ സ്റ്റാഫുകളുണ്ട് അല്ലെ. എല്ലാവരുടെയും കൂടി ഒരുമിച്ചുള്ളൊരു കൂട്ടായ പ്രവർത്തനമാണ് എന്ത്? ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പിയർ ലെഡ്, ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് ആണ് ഇൻവോൾവ്സ് പേഷ്യൻസ്. നമുക്കറിയാം ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? എവിഡൻസ് ആരുടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? പേഷ്യൻസ് ആയിരിക്കും അല്ലെ. പേഷ്യൻസ് രജിസ്റ്റർ ഉണ്ട്, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ട്. അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഓഡിറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? പേഷ്യൻസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. An educational activity, promote understanding, resource effective, raises standards, promote change, source of information, peer-led and peer understanding, involve patients. Clear ആണോ? ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് ആണ് പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ പഠിച്ചത്. ഈ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് മെഡിക്കൽ ഓഡിറ്റിന്റെ പ്രോബ്ലംസ് ആണ്. ഹെഡിങ് നോക്കി പഠിക്കണം. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ഓഡിറ്റിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്? ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ് അല്ലെ. ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസ്ഡ് മീൻസ് എന്തായിരിക്കാം? ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാല് എന്താണ്? ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസ് എന്തായിരിക്കാം? ക്രമപ്പെടുത്തുക. ഓക്കെ, ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ് എന്താണ്? നല്ല രീതിയിൽ ക്രമപ്പെടുത്താത്തത് കൊണ്ട്. എന്ത്? മെഡിക്കൽ റെക്കോർഡ് നല്ല രീതിയിൽ ക്രമപ്പെടുത്താത്തത് കൊണ്ട് തന്നെ മെഡിക്കൽ ഓഡിറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. ഓക്കെ, നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കിയിട്ടാണ് മെഡിക്കൽ ഓഡിറ്റ് നമ്മൾ ചെയ്യുന്നത്, ഓഡിറ്റ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ റെക്കോർഡ് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാത്തത് കൊണ്ട് എന്താണ്? നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് നല്ല രീതിയിൽ ക്രമപ്പെടുത്താത്ത അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് നല്ല രീതിയിൽ ക്രമപ്പെടുത്താത്തതിന്റെ അഭാവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്, പുവർ ക്വാളിറ്റി മെയിൻ്റെനൻസ്. ഇനി താഴ്ന്ന നിലവാരത്തിൽ സൂക്ഷിക്കുന്ന റെക്കോർഡ്സ്, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡുകൾ എന്തെങ്കിലും എന്താണ്? നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതുകൊണ്ട് തന്നെ അതും എന്താണ്? ഒരു പ്രശ്നമായിട്ടാണ് അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫിന്
ഈ ഓഡിറ്റ് തയ്യാറാക്കുന്നതിനുള്ള നല്ല രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കാത്തത് കൊണ്ട് അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫിന് ഓഡിറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ ലഭിക്കാത്തത് കൊണ്ടും എന്താണ് ഒരു പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. അവരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, അവർക്ക് അതിനുള്ള മോട്ടിവേഷൻ കൊടുക്കണം അല്ലെ. അങ്ങനെയുള്ള മോട്ടിവേഷൻ കൊടുക്കാത്തത് കൊണ്ടും ഒരു പ്രോബ്ലം ആണ്. ഇനി നെക്സ്റ്റ് ആണ് ഇഗ്നോറൻസ് ഓഫ് വാല്യൂ ഓഫ് മെഡിക്കൽ ഓഡിറ്റ് ബൈ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലുകൾക്ക് ഈ മെഡിക്കൽ ഓഡിറ്റിന്റെ വാല്യൂ അല്ലെ, മൂല്യം അറിയാത്തത് കൊണ്ട്. ഓക്കെ, മെഡിക്കൽ ഓഡിറ്റിനെ കുറിച്ച് ഹോസ്പിറ്റലുകൾക്ക് അറിയാത്തത് കൊണ്ടും അതുകൊണ്ടും ഒരു പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. ഹോസ്പിറ്റലുകൾക്ക് മെഡിക്കൽ ഓഡിറ്റ് തയ്യാറാക്കുന്നതിനെ കുറിച്ചിട്ട് അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് മെഡിക്കൽ ഓഡിറ്റിന്റെ വാല്യൂ അറിയാത്തത് കൊണ്ട്. ഇനി എന്താണ് സപ്രഷൻ ഓഫ് ഫാക്ട്സ്, റോങ് റിപ്പോർട്ടിങ്. സപ്രഷൻ എന്ന് പറഞ്ഞാല് അടിച്ചമർത്തുക. ഫാക്ട്സ് എന്താണ്? വസ്തുതകൾ അല്ലെ. ഫാക്ട്സ് വസ്തുത. സപ്രഷൻ മീൻസ് അടിച്ചമർത്തുക. അപ്പോ ഓഡിറ്റ് തയ്യാറാക്കുമ്പോ നമ്മൾ കുറച്ച് കാര്യങ്ങള് സപ്രസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്താണ് ഇപ്പോ നമ്മളൊരു കാര്യം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് എഴുതുമ്പോ ചില കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കാറുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ എഴുതാറില്ല അല്ലെ. ഇല്ലേ? അങ്ങനെ നടക്കാറില്ലേ? എന്താണ് ഇവിടെ പറയുന്നത്? ഓഡിറ്റ് തയ്യാറാക്കുമ്പോ ശരിയായ കാര്യങ്ങൾ ഒഴിവാക്കുന്നു, തെറ്റായ കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കാറുണ്ട്. ഇല്ലേ? അങ്ങനെ ചെയ്യാറില്ലേ? ഏതെങ്കിലും റിപ്പോർട്ടൊക്കെ എഴുതുമ്പോ അങ്ങനെ ചെയ്യാറുണ്ട്, പലരും ചെയ്യാറുണ്ട് അല്ലെ. തെറ്റായ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കും, ശരിയായ കാര്യങ്ങള് ഒഴിവാക്കുകയും ചെയ്യുന്നു. അതാണ് സപ്രഷൻ ഓഫ് ഫാക്ട്സ്, റോങ് റിപ്പോർട്ടിംഗ്. ഓക്കെ, ശരിയായ കാര്യങ്ങൾ ഒഴിവാക്കുകയും തെറ്റായ കാര്യങ്ങള് അതിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെയാണ് പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ്. ഫസ്റ്റ് വൺ പറഞ്ഞത് ശരിയായ രീതിയിൽ മെഡിക്കൽ റെക്കോർഡ് ക്രമപ്പെടുത്താത്തത് കൊണ്ട്. സെക്കൻഡ് വൺ പറഞ്ഞത് താഴ്ന്ന നിലവാരത്തിൽ സൂക്ഷിക്കുന്ന റെക്കോർഡ്സുകൾ, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നത് കൊണ്ട്. ഇനി മെഡിക്കൽ ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ശരിയായ രീതിയിൽ മോട്ടിവേഷൻ നൽകാത്തത് കൊണ്ട്. അതുപോലെ ഹോസ്പിറ്റലുകൾക്ക് മെഡിക്കൽ ഓഡിറ്റിന്റെ വാല്യൂ, മൂല്യത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ട്. അതുപോലെ ശരിയായ കാര്യങ്ങള് എഴുതാതെ തെറ്റായ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് മെഡിക്കൽ ഓഡിറ്റിന്റെ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് കൂടി നോക്കാം കേട്ടോ. കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. എന്തൊക്കെ കണ്ടന്റ്സ് ആണ്? ഇപ്പൊ നിങ്ങളിപ്പോ ഡിഗ്രിക്കൊക്കെ പഠിച്ചപ്പോ അല്ലെങ്കിൽ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പ്രോജക്റ്റ് തയ്യാറാക്കാറുണ്ട് അല്ലെ. അതിൽ പല പല പേജുകൾ, കണ്ടന്റ് പേജ് ഉണ്ടാവും അല്ലെ, പല പല സ്റ്റാൻഡേർഡ് അല്ലെ, ക്രൈറ്റീരിയാസ്, മെത്തേഡുകള് ഇല്ലേ, നമ്മൾ എഴുതാറുണ്ട്. അതുപോലെ തന്നെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴും കണ്ടന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻസ് വരാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ഇനി എന്താണ്? ലിറ്ററേച്ചർ റിവ്യൂ. അതില് എന്താണ് അടങ്ങിയിരിക്കുന്നത്, ഇതിന്റെ റിവ്യൂ എന്താണെന്നുള്ളത് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ക്രൈറ്റീരിയ, സ്റ്റാൻഡേർഡ്സ്, ക്രൈറ്റീരിയ ഉണ്ടാവും, സ്റ്റാൻഡേർഡ്സ് അല്ലെ, മാനദണ്ഡങ്ങൾ എന്താണെന്നുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ മെത്തേഡ്സ്, നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, പ്രോട്ടോകോൾസ് യൂസ്ഡ്, ഏതൊക്കെ മെത്തേഡ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രോട്ടോകോൾസിലൂടെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഉണ്ടാവും. അതുപോലെ റിസൾട്ട് എന്ത് കിട്ടി എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ റെക്കമെൻഡേഷൻസ് ഓഫ് ചേഞ്ച്. ഇനി ആ റിസൾട്ടിൽ നിന്നും നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ അതിന്റെ കാര്യങ്ങള് കൊടുത്തിട്ടുണ്ടാവും. ഇനി റെക്കമെൻഡേഷൻസ് ഫോർ ഫർദർ ഓഡിറ്റ്. ഇനി റീ ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിന്റെയും ആവശ്യകതകള്, അതിന്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ റീ ഓഡിറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതും അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് കണ്ടന്റ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, literature review, criteria and standards, methods and protocols used, result, recommendations for change, recommendations for further audit.
ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. അഡ്വാൻറ്റേജസ് മുതൽ കണ്ടന്റ്സ് വരെ. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇത് ലാസ്റ്റ് പോയിന്റ് ആണ് പറയേണ്ടത്. റെക്കമെൻഡേഷൻസ് ഓഫ് ഫർദർ ഓഡിറ്റ് ആണോ? ഓക്കെ, റെക്കമെൻഡേഷൻസ്. ഇപ്പൊ നമ്മള് റിസൾട്ട് കിട്ടിയില്ല നമുക്ക്. ആ റിസൾട്ടിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ അതാണ് റെക്കമെൻഡേഷൻസ് ഓഫ് ഫർദർ ചേഞ്ച്. എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനകത്ത് അവിടെ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ റെക്കമെൻഡേഷൻസ് ഓഫ് ഫർദർ ഓഡിറ്റ്, നമ്മൾ ഇനി റീ ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, റീ ഓഡിറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ റെക്കമെൻഡേഷൻസ് ഫോർ ഫർദർ ഓഡിറ്റിൽ എഴുതിയിട്ടുണ്ടാവും. ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റി എന്താണെന്ന് പറഞ്ഞു കൊടുക്കോ? ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റി എന്ന് പറഞ്ഞാല് ആർക്കറിയാം? ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റി എന്താണെന്ന്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റി ഒക്കെ. അതെ, എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാട്ടോ. ഇത്രയും എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ജസ്റ്റ് ഒന്ന് വായിക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് ആണ് കേട്ടോ. മാർക്കറ്റിംഗ്. ക്ലിയർ ആണോ എല്ലാ ഭാഗങ്ങളും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ എടുത്തോട്ടോ. 9th ചാപ്റ്റർ മാർക്കറ്റിംഗ്. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? കൊമേഴ്സ് പഠിച്ചവര് ഉണ്ട്. ഓക്കെ, ഓഡിറ്റിംഗ് ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു മറ്റുള്ളവർക്ക്. കൊമേഴ്സ് പഠിച്ചവർക്കൊക്കെ മാർക്കറ്റിംഗ് ഒക്കെ എളുപ്പമായിരിക്കും. ഓക്കെ, കുറച്ച് പേരുണ്ടല്ലേ. സയൻസ് പഠിച്ചവര് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. അറിയാലോ മാർക്കറ്റിംഗിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ആരൊക്കെ ഉണ്ടാവും, ഇല്ലേ? അറിയാം. ഓക്കെ, ചാപ്റ്റർ എടുത്തോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓഡിറ്റില് ക്ലിയർ അല്ലേ എല്ലാ കാര്യങ്ങളും? ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് തുടങ്ങാം. ചാപ്റ്റർ 9 മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ 3 ഡെഫിനേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് മാർക്കറ്റിംഗ്? നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി that manage the flow of goods and services from the producer to the consumer or user. Okay, ആരാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്? ആരായിരിക്കും? മീനിങ് എന്താണ്? പ്രൊഡ്യൂസർ ആരായിരിക്കും? ആരാണ് പ്രൊഡ്യൂസർ?
നിർമ്മാതാവ് അല്ലെ? നിർമ്മാതാവ് അല്ലെ? എന്താണ് ഗുഡ്സുകളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ, അവരെയാണ് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അല്ലെ? നിർമ്മിക്കുന്ന ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് നിർമ്മിക്കുന്ന ആളുകളെയാണ് നമ്മൾ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ നിർമ്മാതാവ് എന്ന് പറയുന്നത്. ഇനി കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ, യൂസർ, ഓക്കെ, 3 രീതിയിൽ പറയുന്നുണ്ട്. കൺസ്യൂമർ, കസ്റ്റമർ, യൂസർ. ആരായിരിക്കും ഇവര്? ഉപഭോക്താവ് അല്ലെ? ഓക്കെ, വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി, യൂസർ അല്ലെ? വാങ്ങി സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഉപഭോക്താവ്, അവരെയാണ് നമ്മള് കൺസ്യൂമർ അല്ലെങ്കിൽ യൂസർ, കസ്റ്റമർ എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആയോ? 2 കാര്യങ്ങളും പ്രൊഡ്യൂസർ പറഞ്ഞു, കസ്റ്റമർ പറഞ്ഞു. ഓക്കെ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഡെഫിനിഷൻ ഒന്നും കൂടി നോക്കിയേ. It is a performance of business activity that manage the flow of goods and services from the producer to the consumer or user. നിർമ്മാതാവിൽ നിന്ന് കസ്റ്റമറിലേക്ക്, ആ നിർമ്മാതാവ് അല്ലെ? നിർമ്മാതാവ് നിർമ്മിച്ച ഗുഡ്സ് ആൻഡ് സർവീസസ്, നിർമ്മാതാവിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂമറിലേക്ക് എത്തുന്ന ആ ഫ്ലോ ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മള് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ എത്തുന്ന ആ ബിസിനസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിന്റെ ഫ്ലോ, ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തുന്നതിന്റെ ഫ്ലോ ഉണ്ടാവൂലേ, ആ ഫ്ലോനെയാണ് നമ്മള് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി സെക്കൻഡ് ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ ഡെവലപ്മെന്റ് ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ്. ഇപ്പോൾ നമ്മള് ഒരു കമ്പനി, ഞാനൊരു കമ്പനിയിലെ ഓണറാണ്. അപ്പൊ ഞാൻ എന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബേബീസിന്റെ ഹിമാലയ അല്ലെങ്കിൽ ഹിമാലയയുടെ ഒരു ക്രീം നിർമ്മിക്കുന്നതാണ് അല്ലെ? ഹിമാലയയുടെ പൗഡർ ഉണ്ട്, ക്രീം ഉണ്ട്, ഓയിൽ ഉണ്ട് അല്ലെ? അങ്ങനെ ഷാമ്പു, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിർമ്മിക്കുന്നത്. അപ്പോ ഞാൻ ഏത് കസ്റ്റമറെ ആയിരിക്കും മുന്നിൽ കണ്ടുകൊണ്ട് ആ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത്? ഏത് കസ്റ്റമറെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റോ? ഗസ് ചെയ്യാൻ പറ്റോ? ബേബീസിനെ അല്ലെ? ഓക്കെ, അതുപോലെ തന്നെ ഞാനൊരു എന്താ ഫേസ് ക്രീം നിർമ്മിച്ചു, ഫേസ് ക്രീം ഉണ്ടാക്കുന്നു. അപ്പോ ആരെ കണ്ടുകൊണ്ടായിരിക്കാം ഞാൻ നിർമ്മിക്കുന്നത്? ഫേസ് ക്രീം കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ആരാണ്? ലേഡീസ് അല്ലെ? വുമൻസിനെയാണ്. മനസ്സിലായോ? ഇവിടെ പറയുന്നത് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്? സെലക്റ്റഡ് ആയിട്ടുള്ള കൺസ്യൂമർ സെഗ്മെന്റിനെ അല്ലെ? കൺസ്യൂമർ സെഗ്മെന്റിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യും. ബേബീസിനെ ആണെങ്കിൽ ബേബീസിനെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വുമൻസിനെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഞാനൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത്. അപ്പൊ ഞാൻ ആരെയാണ് സെലക്ട് ചെയ്യുന്നത്? ഒരു കൺസ്യൂമർ സെഗ്മെന്റിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടും ഗുഡ്സ് ആൻഡ് സർവീസസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? രണ്ടാമത്തെ ഡെഫിനിഷൻ, സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു കൺസ്യൂമർ ഗ്രൂപ്പിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. കസ്റ്റമർ ഗ്രൂപ്പിനെ, ബേബീസിനെ, അല്ലെങ്കിൽ അതൊന്ന് ആലോചിക്കേണ്ട, ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ബേബീനെയോ അല്ലെങ്കിൽ ഫേസ് ക്രീം ആണെങ്കിൽ വുമൻസിനെ ആയിരിക്കാം ഞാൻ മുമ്പിൽ കണ്ടുകൊണ്ട് പ്രൊഡക്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വികസിപ്പിച്ചെടുത്ത ഗുഡ്സ് ആൻഡ് സർവീസസ്, അതിന്റെ ഒരു ആക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡെഫിനിഷൻ ഓക്കെ ആണോ? നോർത്ത് ഓക്കെ, ക്ലിയർ ആയി? ഓക്കെ, അപ്പൊ എന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്തൃ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് ബേബീസ് എന്ന് ഓർക്കാം, അല്ലെങ്കിൽ ഫേസ് ക്രീം ആണെങ്കിൽ ലേഡീസിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ആ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത് അല്ലെ? തെരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്തൃ വിഭാഗത്തിന് വേണ്ടിയിട്ട്
സിസ്റ്റമാറ്റിക്കും അതുപോലെ തന്നെ വികസിപ്പിച്ചെടുത്തതുമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെലക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് തെരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്തൃ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടും വികസിപ്പിച്ചെടുത്തതുമായ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിന്റെ ആ ആക്ടിവിറ്റിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ കൺസെപ്റ്റ് എന്താണെന്ന്? ഡെഫിനിഷൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടോ. എക്സാമ്പിള് ഒക്കെ ആണോ? ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ എഴുതി വെച്ച് കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. മാർക്കറ്റിംഗ് ഈസ് ദ ഫങ്ഷണൽ മാനേജ്മെന്റ് by an organization of its exchange relation with its various market. ഇപ്പോ ഞാനൊരു ടെക്സ്റ്റൈൽ കട തുടങ്ങി. ഓക്കെ, മെറ്റീരിയൽസിന്റെ അടിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, അപ്പോ എന്താണ്, ഞാനൊരു ടെക്സ്റ്റൈൽ ഒരു മെറ്റീരിയൽസിന്റെ കട തുടങ്ങി. അപ്പോ ഞാൻ എന്തായിരിക്കും ആ മെറ്റീരിയൽസ് നമ്മുടെ കടയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഏതൊക്കെ ഷോപ്പിൽ നിന്നായിരിക്കാം എടുക്കുന്നത്, കളക്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കാം? എനിക്ക് വില കുറവിന് സാധനങ്ങൾ കിട്ടണം അല്ലെ, എന്നാലും എനിക്ക് ബിസിനസ്സിന് ലാഭം ഉണ്ടാവുള്ളൂ ഇല്ലേ? വില കുറവിനുള്ള മെറ്റീരിയൽസ് എവിടെ നിന്നായിരിക്കാം കിട്ടുക? ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് അല്ലെ. ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ റീറ്റെയിൽ ഷോപ്പിലേക്ക് കൊണ്ടുവരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത്. കാരണം എന്താണ്, എനിക്ക് വില കുറവിലെ സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് കുറച്ച് വില കൂട്ടി വിൽക്കണം, എന്നാലേ എനിക്ക് ലാഭം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഓക്കെ, ആ കൺസെപ്റ്റ് കിട്ടിയോ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. മാർക്കറ്റിംഗ് എന്നത് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഈസ് ദ functional management by an organization of its exchange relation with its various markets. Marketing എന്നത് വിവിധ വിപണികളുമായിട്ടുള്ള വാരിയസ് മാർക്കറ്റുമായിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന പ്രവർത്തനത്തെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. കിട്ടിയോ? കണക്ഷൻ കിട്ടിയോ? ഒന്നുകൂടി വായിക്കാം. മാർക്കറ്റിംഗ് എന്നത് വിവിധ വിപണികളുമായിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന പ്രവർത്തനത്തെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്തൊന്ന് നോക്കാം. എന്റെ ഓർഗനൈസേഷൻ ഞാൻ എന്ത് ചെയ്തു, മറ്റു ബൾക്കായിട്ട് ഞാൻ വാങ്ങിക്കുന്നുണ്ട് അല്ലെ, മറ്റു വിപണികളുമായിട്ടുള്ള ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. മാർക്കറ്റിംഗ് എന്നത് എന്താണ്? വിവിധ വിപണികള്, വിവിധ മാർക്കറ്റേഴ്സ്. ഓക്കെ, മാർക്കറ്റിംഗ് വിവിധ വിപണികളുമായിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന പ്രവർത്തനത്തെ ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 3 ഡെഫിനിഷനും ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എക്സാമ്പിൾ ഒന്ന് എഴുതി വെക്കാട്ടോ നിങ്ങൾ, അപ്പൊ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ചിലപ്പോ ഏത് ഡെഫിനിഷൻ വേണമെങ്കിലും ചോദിക്കാം, അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനിഷൻ 3 വായിച്ചു വെച്ച് പഠിക്കണം. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് മാർക്കറ്റിംഗ് ഇൻ ഹോസ്പിറ്റൽ is fundamentally the same as that of any business organization. മാർക്കറ്റിംഗ് എന്നാൽ നമ്മൾ എന്താണ് അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ
ഒരു ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷനും അതിന്റെ സെയിം ആയിട്ടല്ലേ എന്താണ് അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെ, ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ആയാലും അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ ആയാലും ഹോസ്പിറ്റലിന്റെ ആയാലും ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ആയാലും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ് പറയാൻ പറ്റുമോ? പ്രോഫിറ്റ് അല്ലെ. നമുക്ക് ഒന്നും എന്താണ് നോക്കാതെയോ അല്ലെങ്കിൽ ചിന്തിക്കാതെ പറയാൻ പറ്റും പ്രോഫിറ്റ് ആണെന്ന് അല്ലെ. ഹോസ്പിറ്റലുകളിൽ പോയിട്ടുണ്ടെങ്കിൽ സർവീസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണ്? കൂടുതൽ പേഷ്യൻസിനെ അവിടേക്ക് കൊണ്ടുവന്ന് സാറ്റിസ്ഫാക്ഷൻ വരുത്തി അവരിൽ നിന്ന് കൂടുതൽ പണം ഉണ്ടാക്കാം. ഓക്കെ, ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ആയാലും അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ ആയാലും മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. But marketing is still treated as an unorthodox mode of promoting or selling health care. നമ്മള് ഇപ്പോ പ്രമോഷൻ ഒക്കെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ പ്രമോഷൻ ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ, പല രീതികളിലും. ഇങ്ങനെയെല്ലാം കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പല ടെക്നോളജീസ്, പല സർവീസ്, പുതിയ സർവീസുകള്, പുതിയ ടെക്നോളജീസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അവരെങ്ങനെയാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? പരസ്യം ചെയ്തിട്ട് പല ആഡ്സുകളിലൂടെ അല്ലെ, പ്രൊമോട്ട് ചെയ്ത് അല്ലെ, പല ആഡ്സുകളിലൂടെ, ഇപ്പോ ടിവിയിലൂടെ, അതുപോലെ തന്നെ എന്താണ് പല സോഷ്യൽ മീഡിയാസിലൂടെ അല്ലെ, അല്ലെങ്കിൽ എന്താണ് പത്രത്തില് കുറിപ്പുകളൊക്കെ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നോട്ടീസുകള് അല്ലെ, അങ്ങനെയുള്ള പല എന്താണ് അഡ്വർടൈസിങ് മീഡിയാസ് വഴിയൊക്കെയാണ് പല പ്രമോഷനുകളും നടത്തുന്നത്. അപ്പോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ ആയാലും അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷന്റെ ആയാലും ഉദ്ദേശം അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ആണ്. ഇനി നോക്കിയേ, മിസ്കൺസെപ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റിദ്ധാരണ അല്ലെ. മാർക്കറ്റിംഗിന്റെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് നോക്കാം. മാർക്കറ്റിംഗ് ഈസ് ജസ്റ്റ് സെല്ലിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് സെല്ലിംഗ് എന്നാണ് പറയുന്നത്. സെല്ലിംഗ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദി സെവറൽ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. പക്ഷെ എന്താണ് സെല്ലിംഗ് എന്ന് പറയുന്നത്? എന്താണ്? മാർക്കറ്റിംഗിന് കുറെ ഫങ്ഷൻസ് ഉണ്ട്, അതിൽ ഒരു ഫങ്ഷൻ മാത്രമാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സെല്ലിംഗ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ഇനി മാർക്കറ്റിംഗ് ഹാസ് സെവറൽ ഫങ്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, മാർക്കറ്റിംഗിന് സെവറൽ ഫങ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. നീഡ് അസസ്മെന്റ്, അണ്ടർലൈൻ ചെയ്യാട്ടോ. നീഡ് അസസ്മെന്റ്, മാർക്കറ്റിംഗ് റിസർച്ച്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൈസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെയാണ് മാർക്കറ്റിംഗിന്റെ സെവറൽ ഫങ്ഷൻസ്. ഓക്കെ, ചോദിക്കാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ് പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം, അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കാം. നീഡ് അസസ്മെന്റ് കേട്ടോ. നീഡ് അസസ്മെന്റ്, മാർക്കറ്റിംഗ് റിസർച്ച്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൈസിംഗ്, ഡിസ്ട്രിബ്യൂഷൻ. Objectives of marketing is to, underline ചെയ്യാം. ഒബ്ജക്റ്റീവ്, മാർക്കറ്റിംഗിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? is to make selling surplus. പ്രോഫിറ്റ് ഉണ്ടാക്കുക അല്ലെ, വിൽപ്പനയെ വർദ്ധിപ്പിക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അങ്ങനെ വിൽപ്പനയെ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് മാർക്കറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഓക്കെ, സർപ്ലസ്. ഓക്കെ, സെല്ലിംഗ് സർപ്ലസ്, അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ പഠിക്കേണ്ടത് 3 ഡെഫിനിഷൻ നോക്കാം. അതുപോലെ തന്നെ മാർക്കറ്റിംഗിന്റെ സെവറൽ ഫങ്ഷൻസ് നോക്കണം, ഒബ്ജക്റ്റീവ് നോക്കാം. സെല്ലിംഗ് സർപ്ലസ്, സർപ്ലസ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ആണ് ക്വാളിറ്റി എലോങ് ഈസ് നോട്ട് ഇനഫ്. എന്താണ്? ക്വാളിറ്റിക്ക് മാത്രമല്ല പ്രാധാന്യം കൊടുക്കുന്നത്. 2 എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഓഫ്
Pioneer tool and die companies, case of manufacturing perfectly engineered mousetraps. Mousetraps എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് മൗസ്ട്രാപ്സ്? മൗസ്ട്രാപ്സ് എന്താണ്? കെണി അല്ലെ, എലിക്കെണി ഇല്ലേ, എലിക്കെണി. ഓക്കെ, അപ്പൊ പയനിയർ ടൂൾ ആൻഡ് ഡൈ കമ്പനി ഒരു എലിക്കെണി നിർമ്മിച്ചു. എലിക്കെണിയില് നോക്കിക്കോളൂ, മൗസ്ട്രാപ്സ് ഹൈ കോസ്റ്റ്, അവര് കൊടുത്തിരിക്കുന്നത് ഹൈ കോസ്റ്റ് ആയിരുന്നു, ഹൈ ക്വാളിറ്റിയിലാണ് അവർ ഉണ്ടാക്കിയത്. പിന്നീട് എന്ത് സംഭവിച്ചു? മാർക്കറ്റിൽ ഇറക്കിയപ്പോ നോ സെയില്, ഫെയിൽ ടു ഇഫക്റ്റീവ്ലി മാർക്കറ്റ്. എന്ത് ചെയ്തു? മാർക്കറ്റിൽ ഇറക്കി ആ പ്രൊഡക്റ്റ്. ഒരു കമ്പനി അല്ലെ, പയനിയർ ടൂൾ ആൻഡ് ഡൈ കമ്പനി നിർമ്മിച്ച മൗസ്ട്രാപ്പ് എലിക്കെണി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ എലിക്കെണി നല്ല ക്വാളിറ്റിയോടെയാണ് അവർ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ അതിന് എന്തും കൊടുത്തു, അവര് ഹൈ കോസ്റ്റിലാണ് മാർക്കറ്റിൽ ഇറക്കിയത്. അപ്പൊ എന്ത് ചെയ്തു? മാർക്കറ്റിൽ വന്നപ്പോ ഫെയിൽ ആയി പോയി. എന്തായിരിക്കാം കാരണം? ഫ്ലോപ്പായി. എന്തായിരിക്കാം കാരണം? റേറ്റ് അല്ലെ. റേറ്റ് എന്താണ്? നല്ല ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ട് റേറ്റ് കൂട്ടി കൊടുത്തു അല്ലെ. സാധാരണക്കാരന് വാങ്ങിക്കാനുള്ള രീതിയിലല്ല അവരെന്ത് ചെയ്തത്? ഈ പ്രൊഡക്റ്റിന് പ്രൈസ് കൊടുത്തിരിക്കുന്നത് ഹൈ കോസ്റ്റിലായിരുന്നു, അതുകൊണ്ട് അത് ഫ്ലോപ്പ് ആയി പോയി. ഇനി നോക്കാം, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. The detailed understanding of customer needs and requirements is vital to successful marketing. Example of Coca-Cola company. Get rid of old Coke and introduce new Coke. ഈ കൊക്കക്കോള കമ്പനിയില് ആദ്യം ഒരു പ്രൊഡക്റ്റ് ഇറക്കിയപ്പോ കേസുകളും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി അല്ലെ, പല കേസുകൾ ഉണ്ടായിരുന്നു. പിന്നീട് കേസൊക്കെ കഴിഞ്ഞ് പിന്നീട് അവരെന്ത് ചെയ്തു? ആ കൊക്കക്കോളയില് പല മാറ്റങ്ങൾ വരുത്തി. ഓക്കെ, അതിന്റെ ലേബലിംഗില് മാറ്റങ്ങൾ വരുത്തി, കണ്ടന്റില് മാറ്റം വരുത്തി, ബോട്ടിലില് വ്യത്യാസങ്ങളൊക്കെ വരുത്തി. അങ്ങനെ കേസുകൾ കഴിഞ്ഞിട്ട് അവര് കണ്ടന്റില്, അതുപോലെ ബോട്ടിലില്, അതുപോലെ എന്താണ് ലേബലിംഗിലൊക്കെ മാറ്റം വരുത്തി പുതിയൊരു കൊക്കക്കോള ഇറക്കി. അങ്ങനെ ഇറക്കിയപ്പോ എന്താ സംഭവിച്ചേ? എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചേ? റേറ്റ് ഒക്കെ കുറച്ചിറക്കിയപ്പോ എന്ത് സംഭവിച്ചു? സെയിൽ ഉണ്ടായി അല്ലെ, സക്സസ് ഉണ്ടായി. അപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഈ കൊക്കക്കോള കമ്പനി എന്ന് പറയുന്നത് ആദ്യം ഒന്ന് ഇറക്കിയപ്പോ അത് ഫ്ലോപ്പായി. പിന്നീട് അവര് മാർക്കറ്റില് കുറെ കാര്യങ്ങൾ മാർക്കറ്റ് റിസർച്ച് നടത്തി, അനലൈസ് ചെയ്തു, എങ്ങനെ നമുക്ക് മാർക്കറ്റില് ഇറക്കാൻ പറ്റും, എങ്ങനെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇത് സക്സസ് ആവുന്നത്. അങ്ങനെയാണ് അവരിത് ചെയ്തത്. ലേബലിംഗില്, കണ്ടന്റില്, അതുപോലെ കുപ്പിയുടെ ഷേപ്പിലൊക്കെ മാറ്റങ്ങൾ വരുത്തി പുതിയൊരു റേറ്റ് ഒക്കെ കുറച്ചുകൊണ്ട് പുതിയൊരു പ്രൊഡക്റ്റ് ആക്കി മാർക്കറ്റിൽ ഇറക്കി. അപ്പോ എല്ലാവരും കസ്റ്റമേഴ്സിന്റെ നീഡ്സും ആവശ്യങ്ങളും അല്ലെ, നീഡ്സ് അനുസരിച്ചിട്ടും അതുപോലെ റിക്വയർമെന്റ്സ് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടും അവര് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയപ്പോ എന്ത് ചെയ്തു? സക്സസ് ഉണ്ടായി. ഓക്കെ, രണ്ട് ഡിഫറൻസ് മനസ്സിലായോ? രണ്ട് എക്സാമ്പിൾസിന്റെയും ഡിഫറൻസ് ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഡെഫിനിഷൻ, അതുപോലെ പഠിക്കേണ്ടത് സെവറൽ ഫങ്ഷൻസ്, അതുപോലെ തന്നെ പഠിക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്, മാർക്കറ്റിന്റെ ഒബ്ജക്റ്റീവ്. ഇത്രയും മാത്രം ഒന്ന് ജസ്റ്റ് നോക്കാം. ഈ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എക്സാമ്പിൾ ഒന്നും ക്വസ്റ്റ്യൻ വരില്ല. മൗസ്ട്രാപ്പ്, ഈ കമ്പനി മൗസ്ട്രാപ്പ് ഇറക്കിയപ്പോ ഹൈ ക്വാളിറ്റിയിലായിരുന്നു, അതുപോലെ ഹൈ കോസ്റ്റിലായിരുന്നു ഇറക്കിയത്. അതുകൊണ്ട് മാർക്കറ്റിൽ ഇറക്കിയപ്പോ അത് ഫെയിൽ ആയി പോയി, ഫ്ലോപ്പ് ആയി. കാരണം എന്താണ്? സാധാരണക്കാരന് വാങ്ങിക്കാനുള്ള രീതിയിൽ വേണം മാർക്കറ്റിലെ പ്രൊഡക്റ്റുകൾ ഇറക്കാനായിട്ട്. അങ്ങനെയാണ് ആരിറക്കിയത്? കൊക്കക്കോള കമ്പനി ഇറക്കിയത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റില് സക്സസ് ആയി. മനസ്സിലായോ ഡിഫറൻസ്? രണ്ടിന്റെയും ഡിഫറൻസ് ഒക്കെ ആണോ? ശ്രീലക്ഷ്മി, ഓക്കെ. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ,
ഓക്കെ, താങ്ക് യു.